സ്നേഹിച്ച അവളെ മറ്റൊരുത്തിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങളിവിടെ സുഖമായി ജീവിച്ചു കളയാമെന്ന് കരുതേണ്ട. ഇതിനുള്ള ശിക്ഷ ഒരിക്കൽ ഞാൻ നിങ്ങൾക്ക് തരും. രുദ്രൻ്റെ ഭാവം കണ്ട് ചെറിയമ്മ ഭയന്ന് വിറച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് ആ മുറിയിലേക്ക് ശ്യാം ഓടിയെത്തി. അവൻ രുദ്രൻ്റെ കൈകൾ കടന്നു പിടിച്ച് അവനെ തടഞ്ഞു. രുദ്ര, വേണ്ട, നീയൊന്നടങ്ങ്. ശ്യാം അവനെ തടഞ്ഞു നിർത്തി. അവരുടെ ബഹളം കേട്ട് മീര അകത്തു നിന്നും ഇറങ്ങി വന്നു. അവളുടെ കണ്ണുകളിൽ ആശങ്കയും ആകാംക്ഷയും ഉണ്ടായിരുന്നു. അവൾ രുദ്രനെ നേരെ നോക്കി ചോദിച്ചു, നിങ്ങൾ ആരെക്കുറിച്ചായി പറയുന്നത്? എൻ്റെ ചേച്ചിയെക്കുറിച്ചാണോ? ചേച്ചിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒന്നാരെങ്കിലും മറുപടി താ. മീരയുടെ ചോദ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ആരും വലിയ വില നൽകിയില്ല. എല്ലാവരുടെയും ശ്രദ്ധ രുദ്രനിലേക്കും ചെറിയമ്മയിലേക്കും തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്ത് തൻ്റെ അമ്മയെ ഒരു തരം പകയോടെയാണ് ശ്യാം നോക്കിയത്. ശ്യാം അമ്മയുടെ കൈകളിൽ പിടിച്ചു സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ശേഷം അവൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. ദേവച്ചനും ജാനകിയമ്മയും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അമ്മ ഇന്ന് അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവൻ നിങ്ങളുടെ ശരീരം തന്നെ കത്തിച്ചേനെ. നിങ്ങളോട് ഞാൻ പല ആവർത്തി പറഞ്ഞതല്ലേ വേണ്ടതൊന്നും ചെയ്യരുതെന്ന്, അവനെ വെറുതെ പ്രകോപിപ്പിക്കരുതെന്നും. അവൻ്റെ പക എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ഇന്ദ്രനീലത്തിൽ സ്വത്ത് മാത്രമാണ് വേണ്ടത്. ഈ ദുഷ്ടത്തരം പുറത്തു പോയാൽ അമ്മ ജീവനോടെ ഉണ്ടാകുമോ? അച്ഛൻ വന്നാൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പായിക്കും. അത്രക്ക് ദുഷ്ടത്തരങ്ങളല്ലേ നിങ്ങൾ ചെയ്തു കൂട്ടിയത് മുഴുവൻ. മകൻ്റെ വാക്കുകൾ കേട്ട് ചെറിയമ്മ കരയാൻ തുടങ്ങി. മോനെ, നീയും കൂടെ അങ്ങനെ പറയില്ലേ. നിനക്ക് വേണ്ടിയാണ് അമ്മ ഇതെല്ലാം ചെയ്തത് തന്നെ. ശ്യാം മുഖം തിരിച്ചു. അവൻ്റെ സ്വരം കടുപ്പമേറിയതായിരുന്നു. എനിക്ക് വേണ്ടി അമ്മ ഒന്നും ഇനി ചെയ്യണ്ട. എനിക്ക് വിവാഹം കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കഴിച്ചോളാം. ഈ സ്വത്ത് അവൻ കൂടി ഉണ്ടാക്കിയതാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഇത് മാത്രമല്ല നമ്മുടേത് എന്നും ചിന്തിക്കുന്നതും അമ്മക്ക് നല്ലതാണ്. ശ്യാം ദേഷ്യത്തോടെ വീട്ടുവാതിൽക്കൽ ശക്തിയായി വാതിലടച്ചു പുറത്തേക്കിറങ്ങി. ശബ്ദം ആ പഴയ തറവാട്ടിലെ മുറ്റത്ത് അപ്പോഴും മുഴങ്ങി കേട്ടിരുന്നു. ഗേറ്റ് തുറന്ന് അവൻ്റെ കാർ പോകുന്ന ശബ്ദം കേട്ടപ്പോഴാണ് പ്രഭ രാഹുലിൻ്റെ നമ്പറിലേക്ക് വീണ്ടും ഫോണെടുത്തത്. ദേഷ്യം അടക്കാനാവാതെ അവർ സംസാരിച്ചു തുടങ്ങി. എടാ രാഹുലെ, നീ പിന്നെയും എന്ത് കോപ്പാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ആ രുദ്രൻ്റെ മുന്നിൽ ചെന്നുപെടാൻ മാത്രം നിനക്ക് എന്താ ബുദ്ധി മരവിച്ചു പോയോ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകാൻ. അതൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ നിനക്ക് തന്ന ആ 50 ലക്ഷം രൂപ എനിക്ക് തന്നെ തിരിച്ചു തരണം നീ. അല്ലെങ്കിൽ ആ ഹിരണ്യെ ഞാൻ രുദ്രൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കും. മനസ്സിലായോടോ നിനക്ക്? ഇനി എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിച്ചോണം. ഇന്നവൻ എന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞു. നീയും ഞാനും ശ്യാമും മാത്രം അറിഞ്ഞിരുന്ന കാര്യങ്ങൾ. അതെങ്ങനെ അവനറിഞ്ഞു? അവനെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു ഹിരണ്യ വേറെ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെ. പക്ഷെ അതിനോടും കാര്യമില്ലാതെയായി. നിന്നെയും അവളെയും അവൻ കണ്ടിട്ടുണ്ട്. അതും ഈ ശങ്കരൻ കാവിൽ വെച്ച് തന്നെ, നമ്മുടെ നാട്ടിൽ വെച്ച്. ഇനി മേലാൽ ഈ കോപ്രായങ്ങളൊന്നും എൻ്റെ മുന്നിൽ ആവർത്തിക്കരുത് നീ. ഇനിയും ഈ നാട്ടിൽ തന്നെ തുടരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ തന്നെ നേരിട്ടിറങ്ങും. ഹിരണിയെ ഞാൻ തണ്ടിക്കൊണ്ടു പോകും. എന്നിട്ട് അവളെ അവിടെ വെച്ച് തന്നെ തീർക്കും ഞാൻ. നിനക്ക് അവളാണല്ലോ വേണ്ടത്. എനിക്ക് ഇന്ദ്രനീലത്തിലെ സ്വത്തും. ഇതിൽ കൂടുതൽ ഒരു ചർച്ചയ്ക്കും ഇനി ഞാനില്ല. ഫോൺ കട്ടാക്കിയതിന് പിന്നാലെ പ്രഭ ഒന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് അവളുടെ മുറിയുടെ വാതിൽ ഒരു ചെറിയ അനക്കം കേട്ടത്. എന്തോ വീണതുപോലെ ശബ്ദം. അവൾ ധൃതിയിൽ വാതിൽ തുറന്നു നോക്കിയെങ്കിലും ഇരുണ്ട വരാന്തയിൽ ആരെയും കണ്ടില്ല. എന്നാൽ ആ ഇരുണ്ട വരാന്തയുടെ കോണിൽ തറഞ്ഞു നിന്നത് മീരയായിരുന്നു. പ്രഭയുടെ സംഭാഷണത്തിലെ ഓരോ വാക്കും അവൾ കേട്ടിരുന്നു. കാതുകളിൽ എന്തോ ഈയം ഉരുക്കി വെച്ചതുപോലെ തോന്നിയവൾക്ക്. എൻ്റെ ചേച്ചി, ഹിരണ്യ ചേച്ചി ഈ നാട്ടിൽ തന്നെയുണ്ടോ? അപ്പോൾ ചേച്ചി പോയത് രാഹുലിൻ്റെ കൂടെയാണോ? ചെറിയമ്മ അറിഞ്ഞുള്ള കളിയാണ് ഇതെല്ലാം. അയ്യോ, അപ്പോൾ ശ്യാമേട്ടനും ഇതെല്ലാം അറിയാമായിരുന്നല്ലേ? എന്നിൽ നിന്നും ഇത്രയും വലിയൊരു കാര്യം അയാൾ മറച്ചു വെച്ചല്ലോ. മീരയുടെ ഉള്ളിൽ ചിന്തകൾ പരക്കം പാഞ്ഞു. ഒരു നടുക്കത്തോടെ അവൾ ചുമരിലേക്ക് ചാരി നിന്നു. എന്നിട്ടും ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? ഞാൻ എത്രമാത്രം ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ. ചേച്ചിക്ക് അതറിയില്ലേ? അമ്മ കിടപ്പിലായ അവസ്ഥ ചേച്ചി അറിഞ്ഞിരുന്നില്ലേ? എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? അതോ ഇതിൻ്റെയൊക്കെ പിന്നിൽ രുദ്രനാണോ? ആര്, എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എല്ലാം കൂടി ആലോചിച്ച് അവളുടെ തല പെരുത്തു. ഭിത്തിയിലെ ക്ലോക്കിൽ ടിക് ടിക് ശബ്ദം കേൾക്കുമ്പോഴും അവൾ സഹിക്കാൻ പറ്റിയില്ല. നെഞ്ചിലൊന്നോ വലിയ ഭാരം കയറുന്നത് പോലെ തോന്നി അവൾക്ക്. ഒരു കൊടുങ്കാറ്റ് പോലെയാണ് മീര രുദ്രൻ്റെ മുറിയിലേക്ക് ഓടിക്കയറിയത്.
അവളുടെ മനസ്സ് അപ്പോഴും പുകഞ്ഞു തുടങ്ങിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത വെപ്രാളവും ചേച്ചിയെക്കുറിച്ചുള്ള ഭയം അവളുടെ കാൽക്കൽ നിന്ന് ശക്തി ചോർത്തി കളഞ്ഞു. മുറിയുടെ വാതിൽ തട്ടിയപ്പോൾ കണ്ട കാഴ്ച അവളെ വല്ലാതെ തളർത്തി. ഒന്നും മറച്ചു വെക്കാനാവാതെ തകർന്ന മനസ്സോടെ നിൽക്കുന്ന രുദ്രൻ. അവനും ഹിരണിയുടെ ഓർമ്മകൾ വല്ലാതെ നീറുകയാണ്. അപ്പോഴും തന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചത് ചെറുമ്മയാണെന്ന സത്യം മീരയുടെ നെഞ്ചിൽ ഒരു കനൽ പോലെ കിടന്നു. അവൾ രുദ്രൻ്റെ മുന്നിലേക്ക് നടന്നു ചെന്നു. എൻ്റെ ചേച്ചി എവിടെ രുദ്ര? ആരാ ഈ രാഹുൽ? എന്താ അവരുമായി എൻ്റെ ചേച്ചിക്ക് ബന്ധം? രുദ്രൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവൾ ആക്രോശിച്ചു. അവളുടെ കണ്ണുകൾ കലിയും ഉള്ളിൽ അടക്കാനാവാത്ത സങ്കടവും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. അമ്മയാകട്ടെ ഐസിയുവിൽ മരണത്തോട് മല്ലടിച്ചു നിൽക്കുന്നു. ഈ അനാഥത്വത്തിന് കാരണം തന്നെ നിങ്ങളല്ലേ? എൻ്റെ ചേച്ചിയെയും കൂട്ടി ഒളിച്ചോടാൻ കൂട്ടുനിന്നതും ഇവരുടെ വലയിൽ വീഴ്ത്തിയതും നീയല്ലേ? എല്ലാം കൂടി ഓർത്ത് അവളുടെ തല പെരുത്തു. കൺമുന്നിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. രുദ്രൻ ശാന്തമായി അവളെ നോക്കി. അവൻ്റെ കണ്ണുകളിലും ഒരു തരം നിസ്സഹായത പ്രകടമായിരുന്നു. അതിന് നീ എന്നെ ചോദ്യം ചെയ്തിട്ട് എന്ത് കിട്ടാനാ മീര? ഞാനും നിന്നെപ്പോലെ ചതിക്കപ്പെട്ടവനാ. അവൾ എന്നെ മാത്രമല്ല സ്നേഹിച്ചത്, എൻ്റെ ഓഫീസിലെ വലിയ ഉദ്യോഗസ്ഥനെയും അവൾ ഒരേ സമയം പ്രണയിച്ചിരുന്നു. ഒടുവിൽ രാഹുലിൻ്റെ കൂടെയാണ് പോയത് എന്ന് നിനക്ക് ഇതെല്ലാം അറിയണമെന്നുണ്ടോ? 3 വർഷം ജീവന് പോലെ സ്നേഹിച്ച എന്നെ അവൾക്ക് വേണ്ടാതെയായി. അവൻ്റെ അമ്മയുടെ സർജറിയുടെ കാര്യം പറഞ്ഞു നിന്റെ അച്ഛൻ്റെ രോഗാവസ്ഥ മുൻനിർത്തിയും അവർ രാഹുലിനെയും മീരയും ഒരുപാട് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവൾ പോയത് എനിക്ക് പരാതിയുമില്ല. പക്ഷെ നിന്റെ ചേച്ചിയെ ആ രാഹുലിൻ്റെ കൂടെ വിട്ടത് ചെറിയമ്മയുടെ കുതന്ത്രങ്ങളാണ്. നിന്റെ അമ്മയും ചേച്ചിയും അവർക്കൊന്നും അല്ലായിരുന്നു. പക്ഷെ അവളോട് ചെയ്ത ഈ ചതിക്ക് ആ ചെറിയമ്മക്ക് ഞാൻ പണി കൊടുത്തിരിക്കും. രുദ്രൻ്റെ വാക്കുകൾ മീരയുടെ കാതുകളിൽ മുഴങ്ങി. കേട്ടതെല്ലാം സത്യമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നെഞ്ചിലെ കനം വെച്ച് കാലുകൾ ഇടറി മീര അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഇരുണ്ട വരാന്തയിലൂടെ നടക്കുമ്പോൾ ഒരു കൊടുംചതിയുടെ ചുരുളായുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. പ്രതികാരം ചെയ്യാൻ അവൾക്ക് മുന്നിൽ ഒരു വഴിയും തെളിഞ്ഞില്ല. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഹിരണി കിതപ്പോടെ കണ്ണു തുറന്നു. ഭയം അവളുടെ സിരകളിൽ തണുപ്പായി പടരുന്നുണ്ടായിരുന്നു. സ്വപ്നങ്ങളിൽ കണ്ട ആ കാഴ്ച തൻ്റെ കുഞ്ഞനിയത്തി അച്ഛൻ്റെ അസ്ഥിത്തറയിലിരുന്ന് ഏങ്ങിക്കരയുന്നു. അത് അവളുടെ നെഞ്ചിൽ ഒരു കനലായി അവശേഷിച്ചു. മോളെ മീര. അവൾ പദം പറഞ്ഞു മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ആ ശബ്ദം കേട്ടാണ് അരികിൽ ഉറങ്ങുന്ന രാഹുൽ ഞെട്ടിയുണർന്നത്. ഹിരണിയുടെ വിങ്ങൽ കണ്ടതും അവൻ്റെ ഉള്ളെന്ന് പിടഞ്ഞുപോയി. എന്തു പറ്റി ഹിരണി? നീ എന്തിനാ ഇപ്പോൾ കരയുന്നത്? അവൻ പതുക്കെ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ വിയർത്തൊട്ടിയ മുടിയിഴകൾ തലോടിക്കൊണ്ട് അവൻ ആശ്വസിപ്പിച്ചു. എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടോ നീ? ഹിരണി അവൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു മോശം സ്വപ്നം കണ്ടു രാഹുൽ. കുഞ്ഞിനെത്തി അവൾ അച്ഛൻ്റെ അസ്ഥിത്തറയിൽ തനിച്ചിരുന്ന് കരയുന്നു. എൻ്റെ കുട്ടി ശരിക്കും അനാഥയായതുപോലെ. എനിക്കാണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകാനും പറ്റില്ല. അമ്മയാണെങ്കിൽ ഐസിയുവിലും. എൻ്റെ കുഞ്ഞിനെ ഇതൊക്കെ താങ്ങാൻ കരുത്തു കൊടുക്കണേ കൃഷ്ണ നീ. അവൾ കണ്ണുകളടച്ച് ഉരുക്കി പ്രാർത്ഥിച്ചു. കണ്ണുനീർത്തുള്ളികൾ അവളുടെ കവിളിലൂടെ രാഹുലിൻ്റെ കൈകളിലേക്ക് ഇറ്റിറ്റു വീണു. രാഹുൽ മേശപ്പുറത്തിരുന്ന ഗ്ലാസ്സിൽ നിന്നും അല്പം വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ദാ ഈ വെള്ളം കുടിക്കുന്നേ, എന്നിട്ട് ശാന്തമായി കിടക്കാൻ നോക്ക്, എല്ലാം ശരിയാകും. വെള്ളം കുടിച്ചവൾ ഒന്ന് ആശ്വസിച്ചപ്പോഴാണ് രാഹുൽ തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയത്. അരയിലൊടുത്ത മുണ്ടൊഴിച്ചാൽ മറ്റൊന്നും അവൻ്റെ മേലുണ്ടായിരുന്നില്ല. ആ രാത്രി തങ്ങൾ തമ്മിൽ ഒന്നായ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കവേ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ആ വേദനക്കിടയിലും പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം ഹിരണിയെ സാവധാനം ഉറക്കത്തിലേക്ക് നയിച്ചു. കയ്യിലെ പൊള്ളൽ അപ്പോഴും മീരയുടെ വല്ലാതെ ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ പുരട്ടിയെങ്കിലും ആ നീറ്റൽ ഉള്ളം കയ്യിൽ നിന്നും നെഞ്ചിലേക്ക് പടരുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ ആ ശാരീരിക വേദനയേക്കാൾ അവളെ തളർത്തിയത് രുദ്രൻ്റെ ഭീഷണിയായിരുന്നു. അവൻ കൽപ്പിച്ചതിനനുസരിച്ച് ആ വലിയ കട്ടിലിൻ്റെ ഒരറ്റത്ത് ഒതുങ്ങിക്കൂടി കിടക്കുമ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവളുടെ ചിന്തകൾ ഹിരണിയെക്കുറിച്ചായിരുന്നു. എൻ്റെ ചേച്ചി ഇപ്പോൾ എവിടെയായിരിക്കും? ആ രാഹുലിനൊപ്പം പോയതിൽ പിന്നെ ഒരു വിവരവുമില്ല.
അവർ സ്നേഹത്തിലാണെന്ന് രുദ്രേട്ടൻ പറഞ്ഞു. എവിടെയായാലും എൻ്റെ ചേച്ചിക്ക് ഒരു കുറവും വരുത്താതെ നോക്കണേ കൃഷ്ണ. അവൾ സമാധാനത്തോടെ ഇരുന്നാൽ മതി. അന്യമായി പോയി തൻ്റെ കുടുംബത്തെ ഓർത്ത് അവൾ ഏങ്ങലടിച്ചു. മീര പുറംതിരിഞ്ഞു കിടക്കുകയാണ്. ഉറക്കമാണോ അതോ കരയുകയാണെന്ന് രുദ്രന് മനസ്സിലായില്ല. അവൻ പതുക്കെ അവൾക്കരികിലേക്ക് നീങ്ങി. അവളുടെ മുടിയിഴകളിൽ പടർന്നു നിൽക്കുന്ന വാടാത്ത തുളസിക്കതിറിൻ്റെ ഗന്ധം അവൻ്റെ നാസാഗ്രിയിലേക്ക് ഇരച്ചു കയറി. ആ സുഗന്ധം അവനിൽ ഉണ്ടാക്കിയ ലഹരി ചെറുതല്ലായിരുന്നു. അവളുടെ വെളുത്ത കഴുത്തിലെ കുഞ്ഞു രോമങ്ങൾ പോലും അവനെ തന്നിലേക്ക് വല്ലാതെ ആകർഷിക്കുന്നത് പോലെ അവന് തോന്നി. ഒരു നിമിഷം അവൻ ആത്മനിയന്ത്രണം കൈവിട്ടുപോയി. അവളുടെ തോളിലേക്ക് മുഖം ചേർക്കാൻ ആഞ്ഞുപോയ അവൻ പെട്ടെന്ന് സ്വയം വിലക്കി. വേണ്ട രുദ്രൻ, ധൃതി കാണിക്കരുത്, അവൻ ഉള്ളിൽ പറഞ്ഞു. അവൾ ഇപ്പോഴും തന്നെ വെറുക്കുന്നുണ്ടാകും. ഹിരണിക്ക് പകരക്കാരിയാണ് തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് അവൾ വിശ്വസിക്കുന്നു. തൻ്റെ മനസ്സിലെ പ്രണം അവൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ല. അവളുടെ ഈ പേടിയും അകൽച്ചയും മാറ്റണം. അവൾ മനസ്സുകൊണ്ട് ഈ രുദ്രൻ്റെ മീരയായി മാറണം. വെറുമൊരു പകയോ പ്രതികാരത്തിൻ്റെയോ ഭാഗമല്ല, മറിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് ഒരിക്കൽ കൂടി അവളുടെ കഴുത്തിൽ താലി ചാർത്തി സ്വന്തമാക്കണം എനിക്ക്. രുദ്രൻ്റെ മനസ്സ് നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷെ മീരയുടെ മനസ്സിലെ ആദി അപ്പോഴും കെട്ടടങ്ങിയില്ല. പുറത്ത് രാത്രിയുടെ നിശബ്ദത കനക്കുമ്പോഴും ആ മുറിൽ രണ്ട് ഹൃദയങ്ങൾ, രണ്ട് വ്യത്യസ്ത വികാരങ്ങൾ നീറിക്കൊണ്ടിരുന്നു.